ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരിൽ അതിതീവ്രമായി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. ആളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ ആൾക്ക് കിട്ടാൻ പോകുന്ന പദവിയെക്കുറിച്ച് പറയാം. അല്ലറ ചില്ലറ പദവിയൊന്നുമല്ല അത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ്. ഒന്നും കാണാതെ ആരും മരത്തിൽ കയറില്ല എന്ന് പറഞ്ഞതുപോലെ കക്ഷി BJPയിൽ ചേർന്നത് തന്നെ പലതും ലക്ഷ്യം വെച്ചാണ്. അതെ, പത്മജ വേണുഗോപാലിനെ കുറിച്ചാണ് പറയുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ ആയേക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് വിട്ട് പത്മജ BJPയിൽ ചേർന്നത്. കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയാണ് തന്നെ ഇതിന് പ്രേരിപ്പിച്ചതെന്ന് പത്മജ പറഞ്ഞിരുന്നു. എന്നാൽ വർക്ക് ഫ്രം ഹോമിന് കിട്ടിയതൊക്കെ തന്നെ ധാരാളമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് പത്മജയുടെ സഹോദരനുമായ K മുരളീധരൻ അന്ന് പ്രതികരിച്ചത്. പത്മജ BJPയിൽ ചെന്നിട്ട് BJPക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നറിയാൻ ജൂൺ 4-ന് തൃശ്ശൂരിലെ ഫലം അറിയണം. ഛത്തീസ്ഗഡ് ഗവർണറായി പരിഗണിക്കുന്ന വിവരം പല തലങ്ങളിൽ നിന്നും കേട്ടുവെന്നും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് ഗവർണർ പദവിയെക്കുറിച്ച് പത്മജ പറയുന്നത്. BJP എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെന്നും പത്മജ പറയുന്നു. വിശ്വഭൂഷൺ ഹരിചന്ദനാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹരിചന്ദൻ പദവി ഒഴിയാനിരിക്കുകയുമാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെ അനുകൂലമാണെന്നിരിക്കെ ജൂൺ 4-ന്റെ ഫലം പത്മജയ്ക്ക് നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ K കരുണാകരന്റെ മകൾ പാർട്ടി വിട്ടു BJPയിലെത്തിയത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരുന്നുവെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥിയായി പത്മജ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പത്മജയെ പോലെ തന്നെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് കണ്ണൂരിലെ സ്ഥാനാർത്ഥി C രഘുനാഥാണ്. ഗവർണർ പദവിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും പാർട്ടിയിലെ ഉന്നത സ്ഥാനം ഇവരും പ്രതീക്ഷിക്കുന്നുണ്ട്. NDA വീണ്ടും അധികാരത്തിലെത്തിയില്ലെങ്കിൽ തങ്ങളുടെ കാര്യം കട്ടപ്പോകയാകുമെന്ന് ഇവർക്കെല്ലാം അറിയാം. അതിനാൽ തന്നെ ഇതിനായി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ഇക്കൂട്ടരാണ്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.